Hi everyone. So today we are going to discuss about the triangulated irregular network. That is tin surface. അല്ലെങ്കിൽ tin model എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. Triangulated irregular network. So we know that a triangulated irregular network is a surface which represents elevation. Commonly നമ്മൾ ഒരു elevation represent ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സർഫസ് മോഡൽ നമ്മൾ സാധാരണയായിട്ട് GIS ഉപയോഗിച്ച് വരുന്നത്. ആൻഡ് ദ ടിൻ മോഡൽ റെപ്രസെന്റ് എ സർഫസ് ആസ് എ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് ട്രയാങ്കിൾസ്. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സെറ്റ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് ട്രയാങ്കിൾസ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം, നമ്മൾ കൊടുക്കുന്നത് ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് കോമൺലി നോൺ ആസ് മാസ് പോയിന്റ്സ്. ഒരു മാസ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന GPS പോയിന്റ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എലിവേഷൻ നമ്മളത് പ്രോസസ് ചെയ്ത് ടിന്നാക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് ട്രയാങ്കിൾസ് വഴി ഒരു എർത്തിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഏരിയ നമുക്കൊരു ടിൻ സർഫസ് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ദിസ് മാസ് പോയിന്റ് ഇറ്റ് ക്യാൻ occur at any location. The more carefully you select the mass points, the more accurate the model will be. അതായത് നമ്മൾ എത്രത്തോളം മാസ് പോയിന്റ്സ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ എത്രത്തോളം എലിവേഷൻ പോയിന്റ് സെലക്ട് ചെയ്യുന്നുവോ, the more accurate the model of the surface will be. അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പിന്നെ ഈ ടിൻ മോഡൽ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ബിക്കോസ് ഓഫ് ഇറ്റ് സിംപ്ലിസിറ്റി ആൻഡ് ഇക്കോണമി. പിന്നെ നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഈ ടിൻ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ GPS ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഗോ ടു ദ ലൊക്കേഷൻ ആൻഡ് വി ക്യാൻ കളക്ട് ദ പോയിന്റ്സ്. നമ്മൾ അവിടെ പോയി എന്താണ് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കളക്ട് ചെയ്ത് പ്ലസ് അതിന്റെ എലിവേഷൻ പോയിന്റും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സിംപ്ലി ക്രിയേറ്റ് എ ടിൻ നെറ്റ്വർക്ക്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ദ ബേസിക് അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമൺലി കണ്ടുവരാറുള്ളത് യൂസ് ഓഫ് കോണ്ടൂർ. നമ്മൾ മെയിൻ ആയിട്ട് ഈ കോണ്ടൂർ ഡേറ്റയാണ് നമ്മൾ എന്താണ് ടിന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ടിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കോമൺലി സോഴ്സ് ഓഫ് ടിൻ മോഡൽസ്. And in general, all the vertices of the contour lines are used as mass points of triangulation. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് പോയിന്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പോയിന്റ്സിന് പകരം ആ കോണ്ടൂർ ലൈൻസിനെയാണ് ഈ പറയുന്ന ട്രയാങ്കുലേറ്റ് ഇറഗുലർ നെറ്റ്വർക്ക് ആക്കി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. Then flat triangles are created wherever a triangle is formed in 3 nodes, the same elevation. അപ്പോൾ നമുക്ക് ഒരു ഫ്ലാറ്റ് ടെറൈൻ കിട്ടുന്നത് ഒരു നിയർലി ഒരു ഫ്ലാറ്റ് ഏരിയയിലായിരിക്കും. ഒരു റഗഡ് സർഫസിൽ നമുക്ക് എപ്പോഴും റഗഡ്നെസ് ഫീൽ ചെയ്യും. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ക്ലാസ് ആയിട്ടല്ല, ഞങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി ചെയ്യാനാണ് ഇപ്പൊ നോക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് ഒരു ടിൻ സർഫസ് അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക് സർഫസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് കോണ്ടൂർ ഡേറ്റ. സോ നമുക്ക് നോക്കാം. സോ എന്റെ കയ്യിലിപ്പോ നമ്മുടെ വയനാടിലെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി തോൽപ്പെട്ടി. അപ്പോൾ അതിന്റെ കോണ്ടൂർ ആണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. യു ക്യാൻ സീ ദാറ്റ് അല്ലെ. ഇപ്പൊ ഒരു സെറ്റ് ഓഫ് കോണ്ടൂർ ഡേറ്റയാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. സോ അതിന്റെ വാല്യൂ റേഞ്ചസ് ഫ്രം ആട്രിബ്യൂട്ട് ടേബിൾ തുറന്നു നോക്കുമ്പോൾ കോണ്ടൂർ വാല്യൂ റേഞ്ചസ് ഫ്രം മിനിമം വാല്യൂ 620 ആൻഡ് ദ മാക്സിമം 1300. ഒരു നിയർലി ഒരു റഗഡ് ആയിട്ടുള്ള ഒരു സർഫസ് തന്നെയാണ്. 620 മീറ്റർ തൊട്ട് 1300 മീറ്റർ വരെ കോണ്ടൂർ മീൻസ് കോണ്ടൂർ ഹൈറ്റ് ഉള്ള ഒരു സർഫസ് ആണ്. സോ ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ ടിൻ ഡേറ്റ വിത്ത് എ സെറ്റ് ഓഫ് കോണ്ടൂർ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കോണ്ടൂർ നിങ്ങൾക്ക് ടോപ്പോ ഷീറ്റിൽ നിന്ന് ഡിജിറ്റൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടോപ്പോ ഷീറ്റ് ജിയോ റെഫറൻസ് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ദെൻ നമുക്കൊരു ഷേപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ദാറ്റ് ടോപ്പോ ഷീറ്റ് വി ക്യാൻ just digitize that contour lines. കോണ്ടൂർ ലൈൻസ് ഡിജിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ GCS എന്നുള്ള പ്രൊജക്ഷൻ ആയിരിക്കും. ഡിജിറ്റൈസ് ചെയ്ത ശേഷം നമ്മൾ അതിനെ WGS ലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങനെ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പ്രൊജക്ഷൻ മാറ്റിയിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ബൈ ചെക്കിംഗ് ഇറ്റ്സ് പ്രോപ്പർട്ടി. പോയി നോക്കിയാൽ സോഴ്സ് നോക്കുമ്പോൾ സി അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് WGS 984. കാരണം നമ്മൾ അതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഡേറ്റ പ്രൊജക്റ്റഡ് ഡേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഡേറ്റ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് എങ്ങനെ
ടിൻ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ക്രിയേറ്റ് ടിൻ എന്നുള്ളത് 3D അനലിസ്റ്റ് പോയിട്ട് ക്രിയേറ്റ് ടിൻ, അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് ഇൻ സെർച്ച് ബോക്സിൽ പോയിട്ട് ക്രിയേറ്റ് ടിന്ന് ചോദിക്കുമ്പോൾ എ പോപ്പ് അപ്പ് വിൻഡോ will arise and you have to give the output data. ഔട്ട്പുട്ട് ടിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരത്തെ ഒരു ടിന്ന് ചെയ്തുകൊണ്ടാണ് അവിടെ കാണുന്നത്. ഞാൻ ടിൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കാം, സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കൊടുക്കണം. WGS 1984 UTM സോൺ 43 നോർത്ത് കൊടുക്കുക. ഇൻപുട്ട് നമ്മൾ ഏത് ഇതാണ് കൊടുക്കുന്നത്, അപ്പൊ നമ്മുടെ കോണ്ടൂർ കാണിച്ചു കൊടുക്കുക. അപ്പൊ കോണ്ടൂർ കാണിക്കുമ്പോൾ പറയാം ഇൻപുട്ട് കോണ്ടൂർ ആണ്. അതിൽ നിന്നും ചോദിക്കും ഹൈറ്റ് സോഴ്സ് ഏതാണ് എടുക്കേണ്ടത്, നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ കോണ്ടൂർ ലൈന് അതിന്റെ ആട്രിബ്യൂട്ട് ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇതിന്റെ ഹൈറ്റ് സോഴ്സ് ഏതാണ്. FID അല്ല, ഷേപ്പ് അല്ല, ID അല്ല, കോണ്ടൂർ എന്നുള്ളതാണ് അതിന്റെ എലിവേഷൻ ഡേറ്റ വരും. സോ അത് തന്നെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി കോണ്ടൂർ ആയതുകൊണ്ട് സിസ്റ്റം അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ കീപ് ഇറ്റ് SF ടൈപ്പ്, ഡിഫോൾട്ട് ആയിട്ട് ഹാർഡ് ലൈൻ തന്നെ കൊടുക്കട്ടെ. സോ ഔട്ട്പുട്ട് കൊടുക്കുക, എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം മെൻഷൻ ചെയ്യുക. ദെൻ ഇൻപുട്ട് ഹൈറ്റ് ഫീൽഡ് ഏതാണെന്ന് മേക്ക് ഷുവർ ദാറ്റ് ദ ഹൈറ്റ് ഫീൽഡ് ഇസ് റൈറ്റ്, എന്നിട്ട് ഓക്കെ കൊടുത്തേച്ചാൽ മതി. സോ അത് ടിന്ന് ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കുഴപ്പമില്ല, ടിന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഒരു സെറ്റ് ഓഫ് നമുക്കൊരു എന്താണ് ഒരു എലിവേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സർഫസ് ആണ് കാണുന്നത്. അപ്പൊ അതിന്റെ മേളില് കണ്ടില്ലേ, അതിന് മേളിൽ കോണ്ടൂർ ഓവൽ ചെയ്ത് കിടക്കുന്നുണ്ട്. സോ അതിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ടിൻ എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടില് പ്രോപ്പർട്ടീസിൽ പോവുക. ദെൻ സിംബോളജിയില് എഡ്ജ് ടൈപ്പ് രണ്ട് ഇത് കാണിക്കും, എഡ്ജ് ടൈപ്പും കാണും, എലിവേഷൻ കാണും. അല്ലെ എഡ്ജ് ടൈപ്പ് നമ്മൾ അൺചെക്ക് ചെയ്ത് കൊടുത്തയച്ചാൽ മതി. അപ്ലൈ ഓക്കെ കൊടുക്കുക. സോ ദാറ്റ് ഇതിന്റെ മേളിൽ ഓവർലൈ ചെയ്തിരിക്കുന്ന കോണ്ടൂർ വിൽ ബി റിമൂവ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ലാഗ് കാണും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അതിന്റെ കളർ സിംബോളജി എല്ലാം മാറ്റാൻ പോവാണ്. പ്രോപ്പർട്ടീസിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ ഞാൻ കൊടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് സിംബോളജി റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിംബോളജി പോവുക. ദെൻ എലിവേഷനിൽ നമ്മൾ മറ്റേതുപോലെ തന്നെ ഇന്റർപോളേഷൻ IDWയിലൊക്കെ നമ്മൾ കൊടുത്തില്ലേ ക്ലാസ്സസ് എത്ര വേണം എന്നുള്ളത് നമുക്ക് പറയാം എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഒരു 5 ക്ലാസ് ആണ് കൊടുക്കുന്നത്. നമുക്കിവിടെ ബ്രേക്ക് വാല്യൂസ് എല്ലാം കൊടുക്കാം. അപ്പൊ എന്നിട്ട് നമുക്കിവിടെ കളർ റാമ്പ് എപ്പോഴും നമ്മൾ എലിവേഷന് ലോവർ എലിവേഷൻ ഒരു ഗ്രീൻ കളറും ഹയർ എലിവേഷനും റെഡ് കളർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്ലൈ ഓക്കെ. സോ നമുക്ക് ഈ ഈ കളർ റേഞ്ച് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഏരിയ ഹൈ ആയിട്ടുള്ളതാണ്, ഏതൊക്കെ ഏരിയ ലോ ആയിട്ട് കാണും. ഈ പറയുന്ന റെഡ് കാണിക്കുന്ന പോർഷൻ ഒക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു 3D എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് കണ്ടില്ലേ, നമ്മൾ കൊടുത്തിട്ടുള്ള കോണ്ടൂർ വെച്ചിട്ടാണ് ഈ പറയുന്ന triangulated irregular network ക്രിയേറ്റ് ചെയ്തത്. നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ സെറ്റ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് ട്രയാങ്കിൾസ് ആൻഡ് വി സൂം ദ എന്താണ് ടിൻ സർഫസ് വി ക്യാൻ സീ. കണ്ടില്ലേ, ഒരു സെറ്റ് ഓഫ് ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടില്ല. അപ്പൊ ഈ ഓരോ കോണ്ടൂസിനെ ഈ പറയുന്ന ഇങ്ങനെ കോണ്ടൂർ ഇന്റർവൽ ഇങ്ങനെ ആയിരിക്കും പോയിരുന്നു. അപ്പൊ ഈ ഓരോ കോണ്ടൂസിനെയും കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ട്രയാങ്കിൾസ് ഫോം ചെയ്തത്. അങ്ങനെയാണ് നമുക്കൊരു ടിൻ സർഫസ് ജനറേറ്റ് ആവുന്നത്. സോ എന്താണ് ബേസിക്കലി പറയാം, അഡ്വാൻറ്റേജസ് പറയാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഏബിൾ ടു ഡിസ്ക്രൈബ് ദ സർഫസ് ഡിഫറെന്റ് ലെവൽ ഓഫ് റെസൊല്യൂഷൻ. നല്ല റെസൊല്യൂഷനിൽ തന്നെ അതിന്റെ എന്താണ് സർഫസിന്റെ എലിവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എഫിഷ്യൻസി ഇൻ സ്റ്റോറിങ് ഡേറ്റ. നമുക്ക് കൃത്യമായിട്ട് ഒരു എലിവേഷൻ ഡേറ്റ സർഫസ് രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ കോണ്ടൂറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പറയുന്ന ടിൻ ഡേറ്റയും ഡെം ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം. ടിൻ എന്ന് പറയുന്ന ഒരു സർഫസ് ബേസ്ഡ് വെക്റ്റർ മോഡലാണ് ടിൻ എന്ന് പറയുന്നത്. അതിന് ഡെം എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ബേസ്ഡ് സർഫസ് മോഡലാണ്.
അതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു പ്രത്യേക എന്താണ് മീൻസ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ടിൻ റെപ്രസെന്റ്സ് എലിവേഷൻ സ്ലോപ്പ് ആസ്പെക്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെം ആണെന്നെങ്കിൽ മെയിൻലി അതിന്റെ ഗ്രിഡ് ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. റാസ്റ്റർ ഫോമിലായതുകൊണ്ട് അതിന് ഓരോ പിക്സൽസ് റെപ്രസെന്റ് ഇറ്റ്സ് യൂണിക് ഹൈറ്റ് ഇൻഫോർമേഷൻ. അതാണ് നമുക്ക് ടിന്നും ഡെമ്മും തമ്മിൽ വ്യത്യാസം. നമ്മൾ സാധാരണ രണ്ട് രീതിയിലും ഈ ടിന്നും ഉപയോഗിക്കാറുണ്ട്, ഡെമ്മും യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഏതാണോ നമ്മുടെ ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ ടിന്നും ഡെമ്മും മാറ്റി മാറ്റി ചെയ്യുന്നത്. നമുക്ക് കോണ്ടൂർ, നമുക്ക് ഇപ്പൊ ഡെം ഒക്കെ ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഡൗൺലോഡ് ഇട്ടാം ഫ്രം എ റെപ്പോസിറ്ററി. നമുക്കൊരു റെപ്പോസിറ്ററി നമ്മളൊരു ഡെം ഡൗൺലോഡ് ചെയ്യുന്നത്, ബട്ട് അതിന്റെ മിനിമം ആയിട്ടുള്ളൊരു റെസൊല്യൂഷനെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സേ ഫോർ 30 മീറ്റർ റെസൊല്യൂഷൻ ഒക്കെ നമുക്കൊരു സാധാരണ ഡെമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു ഹാവ് എ കോണ്ടൂർ ആണ്, ഒരു ചെറിയ ഏരിയ ആണ് നിങ്ങളൊരു പ്രൊജക്റ്റിൽ ചെയ്യുന്നത്, ആൻഡ് യു ഹാവ് ഗോട്ട് എ കോണ്ടൂർ ഡേറ്റ, ദെൻ ആ ഒരു എപ്പോഴും നമുക്ക് നല്ലതെന്ന് പറയുന്നത് ടിൻ ഡേറ്റ കുറച്ചും കൂടി ഡെമ്മിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്താണ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് എങ്ങനെയാണ് ടിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് ടിന്നും ഡെമ്മും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.